ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് മനു വന്നിട്ട് വൈജയന്തിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും വൈജയന്തി എടുക്കുന്നില്ല. അലീനനെ പറഞ്ഞയക്കാതെ വൈജയന്തിക്ക് ഇനി സ്വസ്ഥത കിട്ടൂല എന്ന് തന്നെ മനുവിന് മനസ്സിലാവാണ്. അങ്ങനെ മനു മുത്തശ്ശിനെയും കാണുന്നുണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് ചെന്നപ്പോഴും മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിലും അലീന അവിടെ നിന്ന് പോകണം, അലീനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ വൈജയന്തി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് മുത്തശ്ശിക്കും അലീന അവിടെ പോകണം എന്ന് തന്നെയാണ്. പിള്ളേരോട് സംസാരിക്കുമ്പോൾ പിള്ളേർക്കും അലീനനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണമെന്ന് അലീന അവിടെ നിന്ന് പോകണമെന്ന് മനുവിന് മനസ്സിലാവാണ്. അങ്ങനെയാണ് മനു ബാലേന്ദ്രൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. പക്ഷേ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് പോലും സമ്മതിക്കുന്നില്ല അലീനനെ പറഞ്ഞയക്കാനായിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് മനുവിന് മനസ്സിലാവുന്നില്ല കേട്ടോ. ബാലേന്ദ്രനെ സംസാരിക്കുന്നതിൽ നിന്ന് മനുവിന് മനസ്സിലാവുന്നത് എന്തോ ഒരു രഹസ്യം, അതായത് എന്തോ ഒരു വിഷമം മനസ്സിൽ ബാലേന്ദ്രൻ്റെ ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ മനു മനസ്സിലാക്കാണ്. മനു അത് കുത്തി ചോദിക്കുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ അത് പറയുന്നില്ല. പക്ഷെ കുറച്ച് ദിവസത്തെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും അലീനനെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതുപോലും പറ്റൂല എന്ന് തന്നെയാണ് ബാലേന്ദ്രൻ പറയുന്നത്. അങ്ങനെ വിഷമത്തോടു കൂടിയിട്ട് മനു ഇറങ്ങി താഴത്തേക്ക് വരികയാണ്. അന്നേരം പിള്ളേരും വൈജയന്തിയൊക്കെ താഴത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കുന്നതെന്ന് അറിയാലോ. ബാലേന്ദ്രൻ എന്തായിരിക്കും മനുവിനോട് പറഞ്ഞിട്ടുണ്ടാവാന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി മനുവിനെ കാണുമ്പോഴേക്കും വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്തായി, എന്ത് പറഞ്ഞതിൻ്റെ അങ്കിള് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്കിള് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അലീനനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ അങ്കിള് തയ്യാറല്ല എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അപ്പോൾ വൈജയന്തി ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി, നിനക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ അവളെ കൂട്ടല്ലേ, നീ നിർബന്ധിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അലീനനെ പറഞ്ഞയക്കണമെന്ന്. അപ്പോൾ മനു പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞയക്കാനായിട്ട് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തെങ്കിലും അവിടെ മാറ്റി നിർത്താനായിട്ട് ഞാൻ പറഞ്ഞതാൻറ്റി. പക്ഷേ അങ്കിൾ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. അലീനനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ അങ്കിൾ തയ്യാറല്ല എന്ന് പറയാനിട്ടോ. ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ഇത് എന്നോടുള്ള വാശിയാണ്. ഞാൻ അലീന ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് വൈജയന്തിയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവളിവിടെ നിർത്തിയിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അലീന ഇവിടെ ഉണ്ടാവില്ല. അത് എൻ്റെ വാശിയാണ്. അവൾ ഈ വീട്ടിൽ നിൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ആൻറ്റി ഇങ്ങനെ വാശി പിടിക്കല്ലേ. ആൻറ്റി ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അലീന ആർക്കും ഒരു ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അവൾ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നതല്ലേ. വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. അങ്കിളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. അങ്കിളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാണ്, അങ്കിളുടെ ഭാര്യ. എന്നിട്ട് അവളാണോ അങ്കിളുടെ കാര്യങ്ങൾ നോക്കേണ്ടതെന്ന് ചോദിക്കുകയാണേ. പക്ഷേ അങ്കിളത് ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്കിള് പറയുന്നത് അലീന ചെയ്തു കൊടുത്താൽ മതി. അതെവിടുത്തെ ന്യായടാ, ഞാനല്ലേ നിൻ്റെ അങ്കിളുടെ ഭാര്യ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊരു അർത്ഥത്തിൽ ശരിയാണെന്നും മനുവിന് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇതിപ്പോൾ അങ്കിളുടെ മനസ്സ് ഏതോ രീതിയിൽ വിഷമിച്ചിട്ടുണ്ട്. എന്തായാലും ആണുങ്ങളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. കാരണം ആൻറ്റി എന്തോ അങ്കിളിനോട് തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അങ്കിൾ ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് വൈജയന്തി പോക്രിയും ബാലേന്ദ്രൻ പോക്രിയും തമ്മിൽ അടിച്ചു തീർക്കേണ്ട പ്രശ്നമാണ്. നീയല്ല അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നീ തന്നെയാണ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ടതും. നീ ചെന്നും കേട്ടോ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മനു അലീനനെ കാണാനായിട്ട് ചെല്ലുകയാണേ. ഞാൻ എന്തായാലും പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അലീനൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അലീനയുടെ ഒരു കോലം കാണുമ്പോൾ തന്നെ മനു ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ. കലങ്ങി കണ്ണും മുഖമൊക്കെ ആകെ വീർത്ത് ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് അവശ നിലയിൽ തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. അതും താഴത്ത് കൂടി ഇരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനു ഓടി വരികയാണ് കേട്ടോ. മനു ചോദിക്കുന്നുണ്ട്. മനു വരുമ്പോൾ തന്നെ അലീന എഴുന്നേറ്റ് നിൽക്കണം. അലീനെ എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. മനുവിനെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അലീന കുഴഞ്ഞു വീഴാൻ പോവുകയാണ്. മനു ആണെന്നുണ്ടെങ്കിൽ ചാടി പിടിക്കുകയാണ്. അല്ലെങ്കിൽ അലീന താഴെ വീണു പോയേനെ. അത്രമാത്രം അലീന മാനസികമായി ശാരീരികമായി തളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലീനോട് മനു ചോദിക്കുകയാണ്, അലീനെ എനിക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന അങ്ങനെ ആകെ സങ്കടപ്പെട്ട് വീണ്ടും കരയാണ്. എന്താ സംഭവിക്കുന്നത് ഇവിടെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിവിടെ വന്ന് എല്ലാവരോടും സംസാരിച്ച് നോക്കി. എല്ലാവർക്കും നീ പോകണം എന്നാണ് പറയുന്നത്. നീ ഇതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് നിന്നെ അവരെല്ലാവരും വെറുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മനുവിനോട് അലീന പറയാണ്, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് മനുവേട്ടാ, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല എന്ന് പറയുകയാണേ.
അന്നേരം മനു ചോദിക്കുന്നുണ്ട്, നീ ഇവിടുന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് മാറി എന്നാൽ ചിലപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങും, അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇവിടെ ജോലിക്ക് നിൽക്കണമെങ്കിൽ നിൽക്കാം എന്നൊക്കെ പറയുകയാണെ, നിനക്ക് ഞാൻ വേറെ എവിടെയെങ്കിലും ജോലി റെഡിയാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് വേറെ ജോലിയൊന്നും റെഡിയാക്കി തരണ്ട, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല മനുവേട്ടാ, മനുവേട്ടനും കൂടി എന്നോട് ഇവിടുന്ന് പോകാൻ പറയല്ലേ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തൊഴു കൈയോടെ കൂടി പറയുകയാണ്, എന്നോടൊന്ന് പറഞ്ഞയക്കല്ലേ മനുവേട്ടാ, എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയൂല, അത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്, നീ എന്നോട് തുറന്നു പറയും എന്താണെന്ന്, നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ, അല്ലാണ്ട് നീ ഇങ്ങനെ ചെയ്യൂലല്ലോ, എല്ലാവർക്കും നിന്നെ വെറുപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ ഇവിടെ നിൽക്കുന്നതോട് കാര്യമില്ല, നീ ഇവിടെ നിന്ന് പോകണം എന്നാണ് മുത്തശ്ശി പോലും ആഗ്രഹിക്കുന്നത്, നീ എന്തുമാത്രം നോക്കിയിട്ടുള്ളതാണ് മുത്തശ്ശി, ആ മുത്തശ്ശി പോലും നീ ഇവിടെ നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ ഇവിടെ എന്തിനാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്കിളുടെ ഒരാളുടെ വാക്ക് കേട്ടിട്ടാണോ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അലീന പൊട്ടിക്കറിയാണ് കേട്ടോ. അലീനയ്ക്ക് മറുപടി ഇല്ല, കാരണം മനുവിനോടൊന്നും തുറന്നു പറയാനുള്ള അവസ്ഥ ഇല്ലല്ലോ, പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ മനുവിന് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം മനു വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഇവിടുന്ന് പോ, നിനക്ക് ഞാൻ വേറെ ജോലി വെച്ച് തരാം, വാ എൻ്റെ കൂടെ പോരൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറഞ്ഞില്ല മനു കേട്ടാ, ഞാൻ പോരൂല, എനിക്കിവിടുന്ന് പോകണ്ട, എത്ര ആട്ടും തൂക്കും കേട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാനിവിടെ തന്നെ നിന്നോളാം, ഞാൻ ഇവിടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുടുംബം തകർന്നു പോകും എന്ന് പറയാൻ കേട്ടോ. അതെന്തുകൊണ്ടാണ് നീ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുടുംബം തകർന്നു പോകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, എനിക്കതൊന്നും പറയാൻ പറ്റില്ല, എനിക്കറിയില്ല, എനിക്കിവിടുന്ന് വരാൻ പറ്റില്ല, എന്നെ എല്ലാവരും കൂടെ തല്ലിക്കൊന്നോട്ടെ, പക്ഷെ ഞാൻ ഇവിടുന്ന് പോകൂല എന്ന് തന്നെ പറയാൻ കേട്ടോ. അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് മനു തിരിച്ചു പോകുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നൊന്നും മനുവിന് മനസ്സിലാവുന്നില്ല, എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനുവിന് മനസ്സിലാവാണേ. അങ്ങനെ പോകുന്ന വഴിക്ക് ബാലേന്ദ്രൻ ബാൽക്കണിയിൽ നിന്ന് മനുവിനെ നോക്കുന്നുണ്ട്. മനു ഒന്നും നോക്കിയിട്ട് സങ്കടത്തോട് കൂടിയിട്ട് തിരിച്ചു പോവുകയാണ്. അതിനുശേഷം നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് മനു അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്, ബാലേന്ദ്രൻ്റെ കാര്യം പറയാണ്. അങ്കിൾ ഒരു തരത്തിലും അലീന അവിടെ പോകാൻ സമ്മതിക്കൂല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കൊച്ചച്ഛൻ അവിടെ ചെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല, കാരണം അലീനയും അവിടെ നിന്ന് പോകൂല എന്ന് തന്നെയാണ് പറയുന്നത്. അവളും അങ്കിളുടെ വാക്കിട്ട് എന്തോ രീതിയിൽ അവളെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ അവൾക്ക് ഇത്ര വാശി പിടിക്കൂല, അവൾ ആ വീട്ടിൽ ആർക്കും വേണ്ട, പക്ഷേ എങ്കിലും അവൾക്ക് അവിടെ ഒന്നും പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ രാജീവനും മനസ്സിലാക്കാണ് കേട്ടോ അതിലെന്തോ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഹരിയും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിയാണെന്നുണ്ടെങ്കിൽ തീരുമാനിക്കുകയാണ് കേട്ടോ കൊല്ലപ്പള്ളിയിലേക്കല്ല കടപ്പാട്ടൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനുവും കൊച്ചച്ഛനും കൂടെ സംസാരിക്കുക, അതായത് രാജീവനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്ന് വെച്ചിട്ട് ബാലേന്ദ്രൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ, അവൾ അവിടെ നിൽക്കുന്നത് വൈജയന്തിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവൾ അവിടെ നിൽക്കാൻ പാടില്ല, കേവലം ഒരു വേലക്കാരിയാണല്ലോ അവൾ, അപ്പോൾ പിന്നെ എന്തിനാണ് അവൾ ആ വീട്ടിൽ നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. മനു പറയുന്നുണ്ട്, ഞാൻ അവളോടും പറഞ്ഞു നോക്കി, അങ്കിളിനോടും പറഞ്ഞു നോക്കി, പക്ഷെ അങ്കിൾ ഒരു തരത്തിൽ അലീനയെ പറഞ്ഞയക്കില്ല എന്ന് തന്നെയാണ് പറയുന്നതെന്ന് പറയും. അങ്ങനെ ഹരി വരികയാണ് കേട്ടോ. ഹരി കൊല്ലപ്പള്ളിയിലേക്ക് കടപ്പാട്ടൂർക്ക് വരികയാണ്. അങ്ങനെ ഹരിയും ഈ പ്രശ്നങ്ങളൊക്കെ അറിയാണ്. അപ്പോൾ ഹരിയും വൈജയന്തിയും അതുപോലെ രോഹിത്തും പിന്നെ ബബിതയും ഒക്കെ കൂടി തീരുമാനിക്കാം. കൃഷ്ണമോളൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് എന്നല്ലാണ്ട് കൃഷ്ണമോളൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. കാരണം കൃഷ്ണമോൾക്ക് അലീനനെ ഇഷ്ടമാണ്, പക്ഷേ ഈ വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അലീന അവിടെ നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അലീനനെ അടുത്തേക്ക് ഇവരെല്ലാവരും കൂടെ ചെല്ലുകയാണ്. എന്നിട്ട് അലീനോട് പറയാണ്, നീ ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പറയാണ്. പക്ഷെ അലീന കൂട്ടാക്കുന്നില്ല കേട്ടോ. അലീന പറയാണ്, അയ്യോ അതിന് പറഞ്ഞയക്കരുത്, എനിക്ക് ഞാൻ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തോളാം, നിങ്ങളുടെ കാൽ കീഴിൽ കിടന്നോളാം, എന്നാലും എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് പറഞ്ഞു. നീ വൈജയന്തി പറഞ്ഞു, നീ കാൽ കീഴിലും കിടക്കണ്ട, ഈ വീടിൻ്റെ ഒരു ഏരിയയിലും കിടക്കണ്ട, നീ ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് തന്നെ പറഞ്ഞ് ബലമായിട്ട് അലീനനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളാണ്. അതായത് ഹരിയും വൈജയന്തിയും ബബിയും കൂടിയിട്ടാണ് പുറത്തേക്ക് തള്ളുന്നത്. ബബിയല്ല അലീനയുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് റോട്ടിലേക്ക് തള്ളാണ്. റോട്ടിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ആ ആൾക്കാരൊക്കെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അലീനനെ അവിടേക്ക് പുറത്തേക്ക് തള്ളുന്നത്. ബാലേന്ദ്രൻ ഇത് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭൂകമ്പം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ.